അതിനുശേഷം ഒറ്റനോട്ടത്തിൽ നവജാത ശിശുവിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചതിലും അശാസ്ത്രീയമായ പ്രസവം എടുത്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. ട്രെയിൻ ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വീട് നിർമ്മിക്കാൻ സർക്കാരിൽ നിന്നും സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ തീരദേശ പരിപാലന നിയമം ചൂണ്ടിക്കാട്ടി നിർമ്മാണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വരാപ്പുഴ ടോൾ പ്ലാസയിൽ പണപ്പിരിവിൽ ക്രമക്കേടെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് റെയ്ഡ് നിരവധി രേഖകൾ പിടിച്ചെടുത്തതായി സൂചന. വാർത്തകൾ വിശദമായി. നവജാത ശിശുവിനെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചതിലും അശാസ്ത്രീയമായി പ്രസവം എടുത്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് പറവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അനിതയെ തടഞ്ഞുവെച്ചു. ഇതേ തുടർന്ന് ഏറെ സമയം ആശുപത്രി പരിസരം സംഘർഷഭരിതമായി. ഇക്കഴിഞ്ഞ മാർച്ച് 4-നാണ് നീരക്കോട് പള്ളത്തുപറമ്പിൽ നവാസിന്റെ ഭാര്യ നൌസിയയുടെ പ്രസവം അശാസ്ത്രീയമായ രീതിയിൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്വപ്ന ഭാസ്കർ കൈകാര്യം ചെയ്തതായാണ് പരാതി. നാളെ ഞങ്ങൾ ഇവിടെ വന്ന് ഡോക്ടറെ തടയാനോ സൂപ്പറിനെ തടയാനോ അക്രമം കാണിച്ചാലും ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കാര്യങ്ങളോട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ ഇവിടുന്ന് ഒരു ചർച്ച ചെയ്ത് ഇവിടുന്ന് പോയിട്ട് കാറ്റേറ്റ് രണ്ട് കാറ്റുന്ന ഞങ്ങൾക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇതിനൊരു തീരുമാനം 2 മാസമായിട്ട് ഉണ്ടായിട്ടില്ല. കൊച്ചിന്റെ അവസ്ഥ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്നാണ് ഇപ്പൊ അമൃതയിൽ കാണിച്ചപ്പോൾ പറയുന്നത്. ട്രെയിനിന്റെ കംപ്ലൈന്റ് ഒരു ഉറപ്പോട് പറയാറില്ല. കച്ചിന്റെ വലതേ കൈയുടെ സൈഡ് ബ്ലഡ് പാസിംഗ് ഇല്ല, രക്തം തലയിലേക്ക് ചുരുങ്ങി കൂടിയൊക്കെ. അപ്പൊ അവര് ചോദിക്കണത് ഈ മാതിരി കാട്ടനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിഷമൂല്ലെന്ന് അവരുടെ ഡോക്ടർമാർ ചോദിക്കണം. അതായത് എന്റെ കൊച്ചിനെ ഈ പ്രസവ ഭൂമിക്ക് കയറി ഈ സുനിൽ ഡോക്ടർ കയറി ക്ലിപ്പ് ഇട്ട് വലിച്ചൂരിട്ടതാണ്. 6:30 മണിക്ക് മാർച്ച് 4-ാം തീയതി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ലേബർ റൂമിൽ കയറ്റിയതാണ്. 6:30 മണിക്ക് കയറ്റിയതാണ്. 6:30 മണിക്ക് കയറ്റിയിട്ട് 10 മണിയായപ്പോൾ എന്റെ ഉമ്മാർക്ക് പറയണത് പ്രസവിക്കാൻ പറ്റില്ലെന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് 1 മണിയായപ്പോഴാണ് അസുഖം തുടങ്ങിയിട്ടാണ്. 2 മണിയായപ്പോൾ പറയുന്നത് കൊച്ചിന്റെ തല മാത്രം പുറത്തേക്ക് കൊണ്ടുള്ള വലിയ ബേബിയാണ്. ഇനി കൊച്ചിനെ ഇവരെങ്ങനെ എടുത്ത് 400-700 തൂക്കമുള്ള കൊച്ചിനെ ഇവരെങ്ങനെ എടുത്ത് ഈ 9-ാം മാസം സ്കാനിങ് ഒക്കെ ചെയ്ത് എല്ലാ ടെസ്റ്റിന്റെയും മരുന്നും കൂടിയും കഴിച്ചിട്ടാണ്. ഇതിനകത്ത് പോലും നമ്മളടുത്ത് ഒരു തൂക്കം കാര്യങ്ങളൊന്നും ഷോൾഡർ വിരിവുണ്ടായിരുന്നു പറഞ്ഞാൽ ഷോൾഡർ വിരിവുണ്ടായിരുന്നു. ഈ ഷോൾഡർ വിരിവ് കൊച്ചിന് 9-ാം മാസം സ്കാൻ ചെയ്യുമ്പോഴേ ട്രിപ്പ് ഇട്ട് പിടിച്ച് ഇവിടെ പൊട്ടിയേക്കരുത്. പൊട്ടി പറഞ്ഞെങ്കിൽ പുറത്ത് വന്നത് ഇതല്ല. ഇവിടെ ഇത്രയും പാട്ടിങ്ങിൽ കുഞ്ഞിന്റെ സ്ഥലമാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ ചെക്കപ്പ് ചെയ്ത എല്ലാ റിസൾട്ടും ഇതിനകത്തുണ്ട്. ഇവിടുന്ന് മരുന്ന് കഴിച്ച റിസൾട്ടും സ്കാൻ ചെയ്ത എല്ലാ റിസൾട്ടും ഇതിനകത്തുണ്ട്. ഇതൊക്കെ മേലധികാരികൾ പരിശോധിക്കണം. ഇതിന് വേണ്ട നടപടി എടുക്കണം. കൊച്ചിന്റെ ബ്രെയിൻ കംപ്ലൈന്റ് ആണ്, കംപ്ലൈന്റ് ആണ്. എന്റെ കൊച്ചിന്റെ ഭാവി ജീവിതമാണ് ഈ ഡോക്ടർ വലിച്ചു നശിപ്പിച്ചാണ്. ഇതിന് നല്ല നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിലക്രമായിട്ട് ഇവിടെ തന്നെ നിരാഹാരം കിടക്കും. ഞാൻ എന്റെ ഭാര്യന്റെ മക്കൾ ഈ കൊച്ചുകൊണ്ടോടെ നിരാഹാരം കിടക്കും. ഇതിന് തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നാളെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇനിയും വന്ന് കാണിക്കാനുള്ളതാണ്. ഇവരിന്ന് കാണിച്ചു. നാളെ ഇതേപോലെ വേറെ ആൾക്ക് വന്നതിന് ഇവര് നിസാരമായിട്ട് തള്ളിക്കളവില്ലത്. ഈ KGM കൂടെ ആളാന്ന് പറഞ്ഞ് സൂര്യൻ ഡോക്ടറൊക്കെ കിടന്ന് ഇവിടെ അഹങ്കരിക്കണത്. സ്വന്തം ഭാര്യ പെണ്ണുകൂടെ കിടന്ന് ഇവിടെ പൊളിഞ്ഞാടുന്ന കിടന്ന് എന്റെ കൊച്ചിന് കണ്ടു വരുമ്പോ ഇത് കണ്ട ഇത് കണ്ടിട്ട് ഒരു മനസ്സിലാക്കിയില്ല ഇവർക്ക്. ഇതിന് മേലധികാരികൾ നടപടി എടുക്കണം. ഈ കോലം കണ്ടിട്ടെങ്കിലും നടപടി എടുക്കണം. ഒരു പ്രസവം നടന്ന സമയത്ത് ഒരാള് കയറിയിട്ടുണ്ട്. ഇത് വല്ല കപ്പലൊക്കെ ഇവർക്ക് നല്ല രസം. പ്രസവത്തിന് ശേഷം നവജാത ശിശു ഇതുവരെ കരയുകയോ മുലപ്പാൽ കുടിക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ മെയ് 7-ന് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ജനങ്ങളുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചിരുന്നു. ഇതേ തുടർന്ന് കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും കുട്ടിക്ക് വിദഗ്ധ ചികിത്സയും ഡോക്ടർക്കെതിരെ നടപടിയും എടുക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിക്ക് ചികിത്സയോ സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ നടപടിയോ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കുട്ടിയുടെ മാതാപിതാക്കളും മറ്റും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ബുധനാഴ്ച രാവിലെ 11:30 മണിയോടെയായിരുന്നു പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധ സമരം അരങ്ങേറിയത്. ഇതിനിടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ ശിവശങ്കരൻ ജില്ലാ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറുടെ ചേംബറിൽ ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു.
DMO വന്നിരുന്നു. ഒരു റിപ്പോർട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലുള്ള ചികിത്സിച്ച ഡോക്ടർമാരെ നഴ്സുമാരെ എല്ലാവരെയും വിളിച്ചിട്ട് അന്നൊരു ഇത് നടത്തിയിരുന്നു. ഒരു പരിശോധന നടത്തിയവർ അവരുടെ എല്ലാം വിശദ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ കളക്ടറെ കാണാൻ പോയപ്പോൾ കളക്ടറെ കണ്ടില്ലായിരുന്നു. അന്ന് ADM-നെ കണ്ടിട്ട് ADM ആണ് പറഞ്ഞത് ഇവർക്ക് ഒരു 10,000 രൂപ ധനസഹായം അപ്പം തന്നെ ചെയ്തു. പിന്നെ പറഞ്ഞത് ഫർദർ ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ കംപ്ലൈന്റ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്കമാലി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ MG സാബുവിന്റെ നേതൃത്വത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI-മാരായ KK ദിനേശൻ, ഷംസുദ്ദീൻ ബോസ് എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘം ആശുപത്രിയിൽ എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. തീവണ്ടി യാത്രാ കൂലി വർധനയ്ക്കെതിരെ വിവിധ സംഘടനകൾ സംയുക്തമായി റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് നടത്തി. MCPI-U, SUCI-C, RMP എന്നീ സംഘടനകളാണ് BJP സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. UPA സർക്കാർ പിന്തുടർന്ന അതേ ജനദ്രോഹ നയങ്ങൾ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിൽ കയറിയ BJP സർക്കാരിൽ നിന്നും ഉണ്ടായതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത MCPUI ജില്ലാ സെക്രട്ടറി TS നാരായണൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. UPA സർക്കാർ നിശ്ചയിച്ച ചാർജ് വർധന നടപ്പിലാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന BJP സർക്കാരിന്റെ ന്യായീകരണത്തെ എതിർക്കാത്തത് കോൺഗ്രസിന്റെ തനിനിറം കാണിച്ചു തന്നിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. SUCI-C ജില്ലാ സെക്രട്ടറി TK സുധീർ കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന തരത്തിൽ വിമർശിച്ചു സംസാരിച്ചു. MCPU കേന്ദ്ര കമ്മിറ്റി അംഗം KK സദാനന്ദൻ, SUCI ജില്ലാ കമ്മിറ്റി അംഗം KK ശോഭ എന്നിവരും സംസാരിച്ചു. നഗരം ചുറ്റി വന്ന മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ ധർണ നടത്തി പ്രതിഷേധിക്കുകയായിരുന്നു പ്രവർത്തകർ. അത് ആ നയങ്ങൾ കോൺഗ്രസ് കൊണ്ടുവരുന്ന ആഗോളീകരണ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളും പുസ്തകം കളിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഡിഫൻസ് മേഖല, അത് നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഏതാണ്ട് 100% FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അത് അടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യത്തെ കുത്തകൾക്ക് നമ്മുടെ പ്രതിരോധ മേഖലയും റെയിൽവേയും നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷനും മാധ്യമങ്ങളും അവിടെയെല്ലാം 100% വിദേശ മുതലാളിമാരുടെ ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് അവരുടെ ഭരണം ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് നമുക്കറിയാം. മുതലാളിത്ത സേവ നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഒട്ടും പിന്നിലല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുതലാളി വർഗത്തിന്റെ ഒന്നുകൂടി വിശദമായി പറഞ്ഞ ഇന്ത്യയിലെ പുത്തന മുതലാളിമാരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം. ട്രെയിൻ യാത്രാക്കൂലി വർധനവിനെതിരെ വെൽഫെയർ പാർട്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗംഗാധര മേനോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S നൌഷാദ്, അഷ്റഫ് തോട്ടുമുഖം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റയടിക്ക് ഇത്ര വലിയൊരു വിലക്കയറ്റം, ചാർജ് വർധന നടപ്പാക്കിയ ഒരു ഭരണകൂടം ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ 2 ബജറ്റുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞത് പ്രത്യേകമായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റ്, ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 1 മാസം മുമ്പ് UPA സർക്കാർ ഇതുപോലൊരു വിലക്കയറ്റം പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്ന 1 മാസം മുമ്പ് തന്നെ ഇതൊരു പത്രക്കുറിപ്പിലൂടെ അവർ ജുഡീഷ്യറി പവർ ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയപ്പോൾ അന്ന് അതിന് ശക്തമായി എതിർത്ത പ്രതിപക്ഷത്തിരുന്ന BJP ഗവൺമെന്റ്, BJPയുടെ MP-മാരും ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ളവർ അന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ജനാധിപത്യത്തിന് ഇന്ത്യയുടെ മണ്ണിൽ അതിനെ കുഴിച്ചു മൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പാർലമെന്റിൽ ബജറ്റിൽ അവതരിപ്പിക്കാതെ വിലക്കയറ്റത്തിൽ ചാർജ് അധികം ശക്തമായി പ്രതിഷേധിച്ചത്. വീട് നിർമ്മിക്കാൻ സർക്കാരിൽ നിന്ന് സൗജന്യമായി നൽകിയ ഭൂമിയിൽ തീരദേശ പരിപാലന നിയമം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർ നിർമ്മാണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഭൂരഹിതർ
CPIM-ന്റെ നേതൃത്വത്തിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറിയപള്ളിയിൽ നിന്നും പ്രകടനമായി എത്തിയ ഭൂരഹിതരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ MG സാബു, പറവൂർ SI AC മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPIM പറവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് NA അലി ഉദ്ഘാടനം ചെയ്തു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AG മുരളി, CPIM കോട്ടുവള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം CK അനിൽകുമാർ, DYSI ബ്ലോക്ക് ട്രഷറർ സജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പറവൂർ കോട്ടുവള്ളി വില്ലേജിൽ വാണിയക്കാട് 110 വീട്ടുകാരെയാണ് തീരദേശ പരിപാലന നിയമത്തിന് പരിധിയിലുള്ള ഭൂമി നൽകി സർക്കാർ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുകയായിരുന്നവർ സ്വന്തമായി സ്ഥലം ലഭിച്ചപ്പോൾ താൽക്കാലികമായി ഇവിടേക്ക് താമസം മാറ്റി. വീട് നിർമ്മാണത്തിനായി കല്ലും മണ്ണും ഇറക്കിയ ശേഷം അനുമതിക്കായി പഞ്ചായത്തിനെ സമീപിച്ചതോടെയാണ് ഇത് തീരദേശ പരിപാലന നിയമത്തിൽപ്പെടുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞത്. ഇതോടെ ആകെ വിഷമസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ. ആ രണ്ടാം ഘട്ട സമരമാണ് നമ്മുടെ ഇവിടെ ഈ വിവാദ ഭൂമിയിൽ വാണിയക്കാടുള്ള ഭൂമിയിലേക്ക് ഭൂരഹിതർ, നൂറുകണക്കിന് ഭൂരഹിതർ നമ്മുടെ ജാഥയായിട്ടെന്ന് പ്രവേശിച്ച് കുടിൽ കെട്ടി അവകാശം സ്ഥാപിക്കുകയുണ്ടായി. അതേ തുടർന്ന് ഗവൺമെന്റ് യാതൊരു ഗത്യന്തരമില്ലാതെ വന്ന സന്ദർഭത്തിലാണ് അത് കരഭൂമിയാണ്. പ്രാവും മാവും ചില്ലിത്തെങ്ങുകളെല്ലാം നിൽക്കുന്ന ആ ഭൂമിയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്ന മറ്റു വീട്ടുകാരുമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ നോക്കിയാൽ കാണാം, ഇതേ സർവേ നമ്പറിൽ നല്ല വീടുകൾ വെച്ച് വാർക്ക കെട്ടിടം കൊണ്ടുള്ള ഞങ്ങൾ നിരവധി അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള വരാപ്പുഴ ടോൾ പ്ലാസയിൽ വീണ്ടും വിജിലൻസ് റെയ്ഡ്. ബുധനാഴ്ച ഉച്ചയോടെയാണ് വിജിലൻസ് സംഘം റെയ്ഡിനായി എത്തിയത്. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ സൈറ്റ് സൂപ്പർവൈസറെ ടോളിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് റെയ്ഡ് നടത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി തൊഴിലാളികളുടെ രജിസ്റ്റർ ബുക്ക് അടക്കമുള്ളവ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിരവധി പരാതികളാണ് വരാപ്പുഴ ടോളിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ടോൾ പിരിവ് സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ സമരവുമായി രംഗത്ത് വന്നത് മേഖലയെ സംഘർഷഭരിതമാക്കിയിരുന്നു. നിരന്തര സമരങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയെങ്കിലും ടോൾ സംബന്ധിച്ച് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കൂന്നമാവ് സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ LKG UKG വിദ്യാർത്ഥികളെ ഫിറ്റ്നസ് ലഭിക്കാത്ത കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള സ്കൂൾ മാനേജറുടെ തീരുമാനം പിൻവലിച്ചു. ഇടുങ്ങിയതും പഴകിയതും ഉപയോഗശൂന്യവുമായ കെട്ടിടത്തിലേക്ക് കുരുന്നുകളുടെ ക്ലാസ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമായി രക്ഷിതാക്കൾ രംഗത്ത് വരികയും ഗ്രീൻ 6 ന്യൂസ് ചാനൽ റിപ്പോർട്ടർ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ പോലീസ് രംഗത്ത് എത്തുകയും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ യാതൊരു കാരണവശാലും ക്ലാസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ വിദ്യാഭ്യാസ അധികൃതർക്കും പോലീസിനും പരാതി നൽകാനും തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ഗ്രീൻ 6 ചാനൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. പള്ളത്താങ്കുടങ്ങര ഗിരീശൻ ചരിഞ്ഞു. എരണ്ടക്കെട്ട് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗിരീശൻ ബുധനാഴ്ച വെളുപ്പിനാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു ഗിരീശന്. കഴിഞ്ഞ 1.5 മാസത്തോളമായി കരുമാലൂർ തട്ടാമ്പടി പെരുമറ്റത്തെ വീട്ടുപറമ്പിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. വൻകുടലിലെ 2 സഞ്ചികളിൽ മുന്നിലും പിന്നിലുമായി കെട്ടിക്കിടക്കുന്ന പിണ്ടി പുറന്തള്ളാനാകാതെ വരുന്നതാണ് എരണ്ടക്കെട്ട് രോഗം. ഈ രോഗം ബാധിച്ച ആനകൾ വിരളമായി മാത്രമേ രക്ഷപ്പെടാറുള്ളൂ. ഉത്സവപൂരങ്ങളിൽ തലയെടുപ്പോടെ തിളങ്ങിയിരുന്ന ഗിരീശൻ സകല ഗുണങ്ങളും ഒത്തിണങ്ങിയ ആനയായിരുന്നു. 12 വർഷം മുൻപാണ് കരുമാലൂരിലെ പെരുമറ്റത്ത് സുധൻ ഗിരീശനെ സ്വന്തമാക്കിയത്. ഇതിനുശേഷം വിവാദങ്ങൾ ഒഴിഞ്ഞ ജീവിതമായിരുന്നു ഗിരീശന്റേത്. പള്ളത്താങ്കുളങ്ങര ദേവസ്വത്തിന്റേതായിരുന്നു ഗിരീശൻ മുൻപ്. ദേവസ്വം മാനേജരെ കൊലപ്പെടുത്തിയതായിരുന്നു ഗിരീശന്റെ കുറ്റകൃത്യങ്ങളിൽ അവസാനത്തേത്. മുൻപ് 3ാം പാപ്പാനായിരുന്ന കോതമംഗലം സ്വദേശി ഹരിഹരനെയും ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയെയും ഗിരീശൻ കൊലപ്പെടുത്തിയിരുന്നു. കരുമാലൂർ പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റിന്റെ പരാതിയെ തുടർന്ന് സ്ഥലം മാറ്റിയ സെക്രട്ടറിയെ തിരികെ നിയമിച്ചു. 10 മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിയ KS പ്രകാശനാണ് സർക്കാർ ഉത്തരവിനെ തുടർന്ന് പഞ്ചായത്തിൽ തിരികെ എത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-നാണ് സർക്കാർ പ്രകാശത്തിനെ സ്ഥലം മാറ്റിയത്. ഇതേസമയം തൊട്ടടുത്ത ആലങ്ങാട് പഞ്ചായത്തിൽ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ വകുപ്പ് തല അന്വേഷണം നേരിടുന്ന സെക്രട്ടറിയെ മാറ്റണമെന്ന് ഭരണസമിതിയും ആവശ്യപ്പെട്ടിരുന്നു. ആലങ്ങാടും കരുമാലൂരും സെക്രട്ടറിമാരെ പരസ്പരം മാറ്റി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കി. എന്നാൽ സെക്രട്ടറിമാരെ വച്ചുമാറാനുള്ള തീരുമാനത്തിനെതിരെ ഇരു പഞ്ചായത്തുകളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ നടപടി പാളുകയായിരുന്നു. ഇതേ തുടർന്ന് ലീവിൽ പ്രവേശിച്ച പ്രകാശ് സ്ഥലം മാറ്റത്തിനെതിരെ സർക്കാരിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ട്രൈബ്യൂണലിനെ
സമീപിക്കുകയായിരുന്നു. സ്ഥലമാറ്റത്തിനുള്ള പരാതിയുടെ സാഹചര്യം പുനഃപരിശോധിക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഹിയറിംഗിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പുനർനിയമനം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 10ാം നാൾ തകർന്ന ഏലൂക്കര ഓഞ്ഞിത്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഇടിഞ്ഞു താഴ്ന്ന ഭാഗം മണ്ണിട്ട് ഉയർത്തി ടയറുകൾ പാകുന്ന ജോലികളാണ് ചെയ്യുന്നത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ പ്രത്യേക താൽപര്യമെടുത്ത് റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനം നടത്തിയ ഏലൂക്കര ഓഞ്ഞിത്തോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് 10 ദിവസത്തിനകം ഒരടിയോളം താഴ്ന്നത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. നിരവധി ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ പോകുന്ന പാലത്തിന്റെ ബലത്തിൽ പോലും സംശയമുണ്ടായിരുന്നു. എന്നാൽ റോഡ് ഉയർത്തിയപ്പോൾ ഇട്ട മണ്ണ് കാലവർഷത്തിൽ താഴ്ന്നത് കൊണ്ടാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതെന്ന് കരാറുകാരൻ പറയുന്നു. വിവിധ സംഘടനകൾ പ്രതിഷേധ ശബ്ദം ഉയർത്തിയതോടെ വീണ്ടും ടൈലുകൾ മാറ്റി റോഡ് ഉയർത്തി ടൈൽ പാകുകയാണ് ചെയ്തു വരുന്നത്. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ഷാജഹാൻ രംഗത്ത് വന്നിരുന്നു. ആവശ്യത്തിന് മണ്ണടിച്ചുയർത്താത്തതാണ് റോഡ് തകരാൻ കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. ഏലൂക്കര കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ നഷ്ടപ്പെട്ട കരിങ്കല്ല് കൽവെട്ട് ഈ പ്രദേശത്തെ MLA കൂടിയായ മന്ത്രി ഇടപെട്ട് ഏറ്റവും വേഗത്തിൽ അത് വീണ്ടും ഒരു കൽവെട്ട്, ഡബിൾ കൽവെട്ട് സംവിധാനത്തിലൂടെ പണിതു തരാമെന്ന് ഏൽക്കുകയും ഏതാണ്ട് ഒരു വർഷം കൊണ്ടത് പണിത് ഏതാണ്ട് 1,90 ലക്ഷം രൂപയോളം ഇതിന് 2 സൈഡും അപ്രോച്ച് റോഡും കൂടി ചെലവാകുകയും എന്നാൽ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ കോൺട്രാക്ടർമാർ ഒത്തുകളിച്ച് ഏതാണ്ട് 1,40 ലക്ഷം രൂപ ഈ ഡബിൾ ബോക്സ് കൽവെട്ട് 1,40 ലക്ഷം രൂപ ഇതിന് എസ്റ്റിമേറ്റ് ഇടുകയും എന്നാൽ അത് ചെയ്തു വന്നപ്പോൾ അപ്രോച്ച് റോഡും ഇതെല്ലാം ഏതാണ്ട് 2 കോടി രൂപ ഏതാണ്ട് ഒരു പാലമെന്ന് ഈ പ്രദേശത്താകെ കൊട്ടിഘോഷിക്കുകയും ഇതിന്റെ ഉദ്ഘാടനം 1 വർഷം കഴിഞ്ഞ് വലിയ മാമാങ്കമായി ഈ പഞ്ചായത്തിലും ഇതര പഞ്ചായത്തുകളിലും മൈക്ക് സെറ്റ് വെച്ച് കെട്ടി വാഹനത്തിൽ വലിയ പുരോഗതിയുടെ പാതയാണ് തുറന്നു നൽകുന്നത് എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ നടത്തി ഒരു കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾ 2-4 ദിവസത്തിനുള്ളിൽ തന്നെ അത് തകർന്നു പോവുകയും വീണ്ടും ഇപ്പോൾ അതിനു വേണ്ടി അഡീഷണൽ പൈസ ചെലവാക്കി വീണ്ടും റിസർവ് ചെയ്യുകയാണ്. ഈ നാടിന്റെ വികസനം എന്ന് കൊട്ടിഘോഷിക്കുന്ന എല്ലാ വികസനങ്ങളിലും ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ധൂർത്തായിട്ടും അഴിമതിയുമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളാകെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം രാജ്യത്തിന് അനിവാര്യമാണ്. പക്ഷെ ആ വികസനം ഈ പാവപ്പെട്ട ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അവരുപയോഗിക്കുന്ന ടാക്സ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഇതിന്റെ വികസന പ്രവർത്തനം സമൂഹത്തിന് ഗുണത്തിനും രാജ്യത്തിന് നഷ്ടമില്ലാതെ രാജ്യത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയും നടത്തണമെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. വൈദ്യുതി പോസ്റ്റ് ഷെഡിനകത്താക്കി ഗോഡൌൺ നിർമ്മാണം അപകട ഭീഷണിക്ക് പുറമെ മെയിൻ റോഡരികിൽ നടത്തിയ അനധികൃത നിർമ്മാണവും KSEB അധികൃതരുടെ ദൃഷ്ടിയിൽപ്പെടാത്തതിൽ ദുരൂഹതയേറുന്നു. ആലുവ എടയാർ മെയിൻ റോഡിൽ പടിഞ്ഞാറേ കടുങ്ങല്ലൂരുള്ള ഓഞ്ഞിത്തോട് പാലത്തിനു തെക്കേക്കരയിൽ ട്രാൻസ്ഫോമറിന് എതിർവശത്തായി ഇറിഗേഷൻ പമ്പ് ഹൗസിലേക്കുള്ള വൈദ്യുതി ലൈനിന് 2 അടി പോലും അകലമില്ലാതെയാണ് അലുമിനിയം ഷീറ്റ് വിരിച്ച ഗോഡൌൺ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 60 വർഷത്തിലധികമായി പറവൂർ TK നാരായണപിള്ളയുടെ ശ്രമഫലമായി സ്ഥാപിതമായ ഇറിഗേഷൻ പമ്പ് ഹൗസ് ഹൈടെൻഷൻ ലൈനിൽ നിന്നും നിശ്ചിത അകലം പാലിക്കാതെ ലോഹ നിർമ്മാണങ്ങൾ പാടില്ലെന്ന നിയമമുള്ളപ്പോൾ സ്ഥിരമായി ട്രാൻസ്ഫോമർ സന്ദർശിക്കാറുള്ള KSEB അധികാരികൾ തൊട്ടടുത്തുള്ള നിയമലംഘനം കാണാഞ്ഞിട്ടാണോ മനഃപൂർവ്വം കണ്ണടച്ചിട്ടാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പോസ്റ്റിനെ ഷെഡിനകത്താക്കാൻ ഷീറ്റ് വെട്ടിപ്പാകപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിനടുത്തു നിന്നാൽ ആർക്കും കാണാവുന്ന തരത്തിലുള്ള നിർമ്മാണം അപകട ഭീഷണി ഉയർത്തുന്നു. ഇടിമിന്നലുള്ള ഈ കാലവർഷത്തെ മാരിയിൽ ലോക ഷീറ്റ് മേഞ്ഞ ഷെഡിന്റെ തൊട്ടുമുകളിലൂടെ ഉന്നത വൈദ്യുതി പ്രവഹിക്കുന്നത് സമീപവാസികൾക്ക് പ്രാണഭീതി ഉയർത്തുന്നതും KSEB കണക്കിലെടുക്കണമെന്നാണ് ദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഉള്ള പോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് അതിനെ കവർ ചെയ്തുകൊണ്ട് ലോഹനിർമ്മിതമായ ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു നടപടി ആയതിനാൽ എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി വൈദ്യുതി ഉദ്യോഗസ്ഥർ അതിലെ അപാകത മാറ്റി അപകടം ഒഴിവാക്കി ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ട്രാൻസ്ഫോർമറിൽ സ്ഥിരമായി എത്തുന്ന വൈദ്യുതി ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കാഞ്ഞതോ അവരുടെ അനാസ്ഥ കൊണ്ടോ ആണ് ഇതിന്റെ മേൽക്കൂര ലോഹനിർമ്മിതമായതിനാൽ കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നത് ആയതുകൊണ്ട് വൈദ്യുതി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ എത്രയും വേഗം ഈ ലൈനിലേക്ക് ഉണ്ടാകണമെന്നും
അതിൻ്റെ അപാകതകൾ മാറ്റി അപകടം ഉണ്ടാകാത്ത വിധത്തിൽ നടപടി ഉണ്ടാകണമെന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുന്നു. ആലുവ എടയാർ ശ്രീശക്തി പേപ്പർ മിൽ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ഒരാഴ്ച പിന്നിട്ടു. ശമ്പള വർധനവ് നടത്താത്തതിലും പെൻഷൻ പ്രായം ഉയർത്താത്തതിലും പ്രതിഷേധിച്ച് സംയുക്ത യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 18-ാം തീയതി മുതൽ കമ്പനിയുടെ ഗേറ്റിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം CITU എറണാകുളം ജില്ലാ സെക്രട്ടറി KN ഗോപിനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. INTUC പ്രതിനിധി KJ ടൊറൻസ്, CITU പ്രതിനിധി SK തിവാരി എന്നിവരാണ് 8-ാം ദിവസം നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഒരു കമ്പനിയിൽ തന്നെ പല പേരുകളിലായി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി പോലും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് CITU യൂണിയൻ വൈസ് പ്രസിഡന്റ് AS ദിലീപ് പറഞ്ഞു. ജൂലൈ 1-ാം തീയതി സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കമ്പനിയിലേക്ക് മാർച്ചും 3-ാം തീയതി മുതൽ 48 മണിക്കൂർ സൂചനാ പണിമുടക്കും നടത്തുമെന്നും തുടർന്ന് പ്രശ്നത്തിന് പരിഹാരമില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്നും ദിലീപ് അറിയിച്ചു. ദീർഘകാല കരാർ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം തുടങ്ങിയിരിക്കുന്നത്. റിലേ നിരാഹാരമാണ്. ഈ റിലേ നിരാഹാരം തുടങ്ങിയിട്ട് ഇപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. 8 ദിവസം പിന്നിട്ടിട്ടും മാനേജ്മെന്റ് ഒരു നിഷേധാത്മക സമീപനമാണ് ഈ സമരത്തോട് കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഏലൂർ എടയാർ മേഖലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ, ട്രേഡ് യൂണിയൻ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 1-ാം തീയതി ബഹുജന മാർച്ച് കമ്പനി ഗേറ്റിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഒപ്പം തന്നെ 3-ാം തീയതി രാവിലെ 8 മണിക്ക് ഞങ്ങൾ 48 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 48 മണിക്കൂർ 3-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കും. എന്നിട്ടും മാനേജ്മെന്റ് ഈ സമരത്ത് കണ്ടില്ല എന്ന് നടിക്കാനാണ് ഭാവം. ഈ സമരത്തിന്റെ രൂപം ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും. മാനേജ്മെന്റ് കാരണം 10-20 വർഷമായി പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഇപ്പോഴും നാമമാത്രമായ കൂലി, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി പോലും ഇവിടുത്തെ മാനേജ്മെന്റ് ഇവിടുത്തെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ശേഷം ഒറ്റനോട്ടത്തിൽ നവജാത ശിശുവിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന വാഗ്ദാനം ലംഘിച്ചതിലും അശാസ്ത്രീയമായ പ്രസവം എടുത്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. ട്രെയിൻ ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വീട് നിർമ്മിക്കാൻ സർക്കാരിൽ നിന്നും സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ തീരദേശ പരിപാലന നിയമം ചൂണ്ടിക്കാട്ടി നിർമ്മാണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വരാപ്പുഴ ടോൾ പ്ലാസയിൽ പണപ്പിരിവിൽ ക്രമക്കേടെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് റെയ്ഡ് നിരവധി രേഖകൾ പിടിച്ചെടുത്തതായി സൂചന.